കാട്ടുതീ പോലെ സ്പ്രെഡ് ആവുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി. ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള വാർത്ത ഞാൻ 3ാം നിലയിൽ നിന്ന് 2ാം നിലയ്ക്ക് ചാടിയ വാർത്തയാണ്. നാഷണലി 10th നിന്ന് 10 വാർത്തകളിലൊരു വാർത്തയായിരുന്നു. ഷൈൻ ആലോചിക്കുക, ഇത്രയും നാൾ ഞാൻ പുഴ ചാടിയിട്ട് ഫേമസ് ഫ്ലോറിന് 2nd ഫ്ലോറിൽ പുള്ളി ചാടിയില്ലേ, ഞാൻ ന്യൂസ് കണ്ടിട്ടില്ലേ? അതിനെ കാണാൻ മാധവടെ ബാക്കി ഉണ്ടാവുള്ളൂ. പൂളിൽ ചാടി ഓടിയത്. അല്ല ഇത്രയും നാളെ വാർത്ത കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് മുഴുവനായിട്ട് അങ്ങനെയായിരിക്കില്ല. ഇത്രയും നാളും പുഴ ചാടിയിട്ട് ഇത്ര ഫേമസ് ആയിട്ടില്ല അതല്ലേ? അല്ലെങ്കിലും 3ാം നിലയുടെ 2ാം നിലയുടെ പൂളിലേക്ക് ആർക്കെങ്കിലും ചാടാൻ പറ്റുമോ? തലമണ്ട അടിച്ചു പോലെ. ഞാനൊരു പരിധിവരെ അറ്റ് സം പോയിന്റ്, ഇപ്പോൾ ഇത് ഞാൻ ഇൻഡസ്ട്രി എനിക്ക് അത്ര ഹെയ്റ്റ് കിട്ടുന്ന സമയമല്ല. ഷൈൻ ചേട്ടനെയും ധ്യാൻ ചേട്ടനെയും പറ്റി എന്തെങ്കിലും ന്യൂസ് വന്നാൽ ഞാൻ അത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഐ നോ 80% ടൈം എന്തെങ്കിലും ചുമ്മാ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയും അവരുടെ പേരും മറ്റേ ക്ലിക്ക് ബൈറ്റ് ഇടാൻ വേണ്ടി നിങ്ങളുടെ സമാധാനം കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും മെയിൻ ആയിട്ട് അര പോയിന്റ്. ഇപ്പം അത് രണ്ടും ഇല്ല, കണ്ടൊരു സമാധാനമുണ്ട് ഇപ്പം അങ്ങനെ ഇല്ലാത്തതിൽ. ബാസിനെയും വിളിക്കുമായിരുന്നു, ബാസിയും വിനായകൻ. ബട്ട് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റെപ്പറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ഇവർ രണ്ടുപേരും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ ആ പോയിന്റിൽ എൻ്റെ തന്നെ മെന്റലി ഐ ചെക്ക്ഡ് ഔട്ട് ഓഫ് ദാറ്റ്. എന്തിനാ ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് തമ്പ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് തമ്പ് ചെയ്യുന്ന ചാനലുണ്ടായിരുന്നു. നല്ലതാണ്. നമ്മൾ ഒരു സംഭവം വളരുമ്പോൾ ചുറ്റുമുള്ള എല്ലാം വളരണമല്ലോ. അതെ, എന്നാലാണ് എല്ലാവർക്കും നല്ലത്. എല്ലാവരും ഒരു സമൂഹത്തിലുള്ളതല്ലേ, ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. പക്ഷേ അത് നമ്മുടെ മേത്തേക്ക് എടുക്കുന്നതൊക്കെ നമ്മുടെ വീട്ടുകാരുടെ മേക്കത്ത് എടുക്കുമ്പോഴാണ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രേക്ഷകരുടെ പ്രോപ്പർട്ടി ആണ് കാര്യം. നമ്മൾ ചെയ്യുന്ന വർക്ക്, അഭിനയം, നമ്മുടെ ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റാവുന്ന എപ്പോഴാണ്? നമ്മളൊരു ബ്രില്യൻറ്റ് മൂവി ചെയ്യുമ്പോഴായിരിക്കുമല്ലോ എപ്പോഴും. കമേഴ്ഷ്യലി അത് പ്രേക്ഷകർ കണ്ട് ടിക്കറ്റ് അവർ തന്നെ വാങ്ങി ആ കാശ് കളക്ഷനായിട്ട് വന്ന് അതിൻ്റെ റവന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ സിനിമ സക്സസ് ആവും. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. How do you treat your property? You can either take care of your property or you can neglect it and you can destroy your property. ഇപ്പൊ തന്നെ ഈ തംബ്നെയിൽസ് എന്തൊക്കെയായിരിക്കും ഈ ഇന്റർവ്യൂസിന്റെ തംബ്നെയിൽ? അതാ ഞാനും ആലോചിക്കണേ. ഇതിനെ പറ്റി പറഞ്ഞത് കേട്ടോ ഞെട്ടും. അല്ല, അങ്ങനെയല്ല റീച്ച് കിട്ടുള്ളൂ. അപ്പോഴും അൺകം അട്ടഹാസം ഗോയിങ് ടു റിലീസ് ടുമാറോ അതിന്റെ അടിയിൽ എഴുതി വെക്കണം. അപ്പൊ ആൾക്കാർ അതും വായിക്കും. നാളെ പടം റിലീസാണ്. പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അദ്ദേഹം നാളെ അദ്ദേഹത്തിന്റെ പടം റിലീസ് ആവുകയാണെന്നാണ് പറഞ്ഞത്. അത് തുറക്കുമ്പോഴേ പറഞ്ഞാൽ പടത്തിന് പബ്ലിസിറ്റി കിട്ടും. ആദ്യം പടത്തിന്റെ അരി എഴുതിയാൽ മിക്കവാറും നോക്കത്തില്ല. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് പുതിയ ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് എന്ന രീതിയിലും ടെക്നീഷ്യൻ എന്ന രീതിയിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ രീതിയിലും അവരെല്ലാവരും ഭയങ്കര ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പടത്തിൻ്റെ റിലീസ്. ഞങ്ങൾ രണ്ടുപേരും അറിയാവുന്നതുകൊണ്ടും നിങ്ങൾ മുന്നിൽ വരുന്നു എന്ന് മാത്രം. അവർക്കൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പലപ്പോഴും പ്രേക്ഷകർ കാണാത്ത ആൾക്കാർക്കൊരു വോയിസ് ആയിട്ടാണ് ആ സിനിമയുടെ ആർട്ടിസ്റ്റ് എത്തുന്നത്. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന അഭിനയം എന്നുള്ളൊരു വർക്കാണ്. ഇഫ് എനിത്തിങ് 2-3 ആർട്ടിസ്റ്റോ ആരെങ്കിലുമൊക്കെ കൂടുതൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് എന്നും അതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. അവരുടെ ഫേസ് ഇവിടെ എന്നും അവരൊരു ബിഗ് ഷോട്ട് ഡയറക്ടേഴ്സ് ആകുമ്പോഴോ അല്ലെങ്കിൽ ബിഗ് ഷോട്ട് സിനിമാറ്റോഗ്രാഫേഴ്സ് ആകുമ്പോൾ ന്യൂസിൽ വരും, ആൾക്കാർ അവരെ പറ്റി അറിയും. എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിനെ പേരെടുത്ത് പറയാൻ പറ്റും? 10 പേരെ പറയാൻ പറ്റത്തില്ല. ഒരു നോർമൽ ഒരാളത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 10 ആക്ടേഴ്സിനെ പറയാൻ പറ്റും. പക്ഷെ 10 എനിക്ക് പോലും പറ്റത്തില്ല, ബീയിങ് വിത്തിൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ ഐ നോ ആർക്കാണ് വോയിസ് ഉള്ളത്, ആക്ടേഴ്സിനാണ്. ആ വോയിസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് നമ്മുടെ മാത്രം സിനിമയല്ല എന്നറിയിക്കാനാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹവ് വർക്ക്ഡ് ഇൻ ദിസ്. അപ്പോൾ ഞാനിതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്കെടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, എന്നെ ഇതിൽ കണ്ടുകൊണ്ടോ എൻ്റെ ഒരു പാസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് വെച്ചോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം വെച്ചോ ഈ സിനിമേനെ അത് വെച്ച് വിലയിരുത്തരുത്. ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. കാണുക, കണ്ട് ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം മാത്രം പറയുക. ആൻഡ് പറ്റുമെങ്കിൽ സിനിമയെ പറ്റി മാത്രം പറയുക. രാഷ്ട്രീയം അതിലോട്ട് കൊണ്ടുവരാതിരിക്കുകയെങ്കിൽ എനിക്കൊരു ബെറ്റർ ആക്ടർ ആവുമായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. ജസ്റ്റ് ട്രൈങ് മൈ ബെസ്റ്റ്. ഈ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അച്ഛൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പലപ്പോഴും അത് വച്ചിട്ട് മാധവും ഗോകുലും ഇരയാക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഐ തിങ്ക് ഇൻഡസ്ട്രി വൈസ് നോക്കുവാണെങ്കിൽ ഐ മൈറ്റ് ബി സെയിങ് തിങ്സ് ഐ എം നോട്ട് സപ്പോസ് ടു. ഇൻഡസ്ട്രി വൈസ് പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ചേട്ടനെ. എന്നെ അത് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല. എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് as much as my brother. He had to do some things I wouldn't do.
ഗതികേടുമുണ്ട്. അതായത് സുരേഷ് ഗോപിയുടെ മകനെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ ഗതികേട് കൊണ്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ. ചില്ലറ സാക്രിഫൈസസ് അല്ല, സ്വന്തം സെൽഫ് വർത്ത് കളയുന്ന പോലത്തെ ലെവൽ സാക്രിഫൈസസ് ആണ് ഒരു സിനിമ ഇറങ്ങിക്കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഒരു സിനിമയിലെ മാത്രമല്ല അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സോ പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. എന്നോട് ഒരിക്കൽ ഗോകുല ഒരു സിനിമ, ഞാൻ സിനിമയുടെ പേര് എനിക്കും അല്ല പറയാൻ പറ്റില്ല, എന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇതിൽ ഞാൻ വർക്ക് ചെയ്തത്. വളരെ ഇമോഷണലി സംസാരിച്ച ഒരു ഇൻസിഡന്റ് ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് കുറച്ചധികം നേരം സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഷെയർ ചെയ്തതാണ്. ആക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അസോസിയേഷൻ ഇന്നും ഞാൻ അമ്മയിലെ മെമ്പർ അല്ല. ഞാൻ എന്ന് മെമ്പർ ആവുമെന്ന് ഐ സ്റ്റിൽ ഡോണ്ട് നോ, ബിക്കോസ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ആക്ടേഴ്സ് ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ബൈ അമ്മ. ദിസ് മൈറ്റ് ബി എ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഐ ഫീൽ ലൈക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്കും ആക്ടേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ദ വൺസ് ഹു അഡ്ജസ്റ്റ്. പറയാൻ കാര്യം കണ്ട് അനുഭവിച്ച കാര്യങ്ങൾ തന്നെ. അതായത് എനിക്ക് പേഴ്സണലി അല്ലെങ്കിലും എനിക്ക് വളരെ ഇതേപോലെ എൻ്റെ ചേട്ടൻ്റെ കാര്യം പറയാൻ നേരിട്ട് കണ്ട് അറിയുന്ന കാര്യങ്ങളുണ്ട്. സോ സംതിങ് ലൈക്ക് ദാറ്റ്. നോട്ട് കോളിംഗ് ഔട്ട് ദി അസോസിയേഷൻ, അതിൽ ഒരുപാട് നല്ല ആൾക്കാരുള്ളത്, ബട്ട് പ്രൊട്ടക്ട് യുവർ ആക്ടേഴ്സ് എ ലിറ്റിൽ മോർ, എസ്പെഷ്യലി ഇൻ മലയാളം. പ്രൊട്ടക്ട് യുവർ ആക്ടേഴ്സ് എ ലിറ്റിൽ മോർ. എനിക്ക് അത്രേ പറയുള്ളൂ അബൌട്ട് ദിസ്. ഐ ഫീൽ ലൈക്ക് ഇതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു ഈഗോ ട്രിപ്പിലെടുത്ത് പലർക്കും ഓവറായിട്ട് ആലോചിച്ച് വേണമെങ്കിൽ എൻ്റെ കരിയറിന് ഇനി നെഗറ്റീവായിട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇൻ ജനറൽ ഒരു സ്നേഹം കൊണ്ട് പറയുന്ന മലയാളി ആക്ടേഴ്സിൻ്റെ അസോസിയേഷൻ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് തെളിയിക്കുക. മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇനിയും വരും, ഉള്ളവരെ നമുക്ക് വേറെ ഇൻഡസ്ട്രിയിലൂടെ നഷ്ടപ്പെടുത്തുകയില്ല. അമ്മ ഒരു ആക്ടറിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അടുത്തൊരിത് വരുന്നതിന് മുന്നേ യു ക്യാൻ അസ്യൂം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു പേടി കൊണ്ട് പറഞ്ഞു പോകുന്നത്. അമ്മ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ലെവലിൽ അമ്മയും ഒരു ആക്ടറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ കൗണ്ടർ സൈഡ്, പ്രൊഡ്യൂസേഴ്സ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ദ പ്രൊഡ്യൂസർ അസോസിയേഷൻ, ആക്ടേഴ്സ് ബൈ ദി അമ്മ അസോസിയേഷൻ. ഇവർ രണ്ടുപേരും അത് കഴിഞ്ഞ് തമ്മിൽ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാര്യം പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഒന്നിച്ച് വന്നാലേ സിനിമ ഉണ്ടാകത്തുള്ളൂ. സിനിമ ഉണ്ടായാലേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു കാര്യം ആരും മറന്നു പോകരുത്. കാര്യം എൻ്റെ കൺമുന്നിൽ വെച്ചുള്ള എക്സ്പീരിയൻസ് വെച്ച് അത് മറന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. പ്രേക്ഷകർക്കും അറിയാം, ന്യൂസിൽ ഓരോ ഇഷ്യൂ വരുമ്പോഴും അറിയുന്നതാണല്ലോ. ആ സമയം 2 ആഴ്ച അത് കൊട്ടി കോഷിച്ചിട്ട് വീണ്ടും ഇറ്റ്സ് ഗോൺ. പക്ഷേ ഇങ്ങനത്തെ ഒരു ബാഡ് റെപ്യൂട്ടേഷൻ നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും തമ്മിൽ കുറച്ചും കൂടെ റിയലി ഈ ഫാമിലിയാണെന്ന് പറയുന്നതല്ലാതെ ആക്ച്വലി ഒരു ഫാമിലിയായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പരിധി കൂടുതൽ ഈ നെഗറ്റീവ് ന്യൂസ് വരാനുള്ളൊരു അവസരം പോലും ഉണ്ടാകത്തില്ല. നമ്മൾ ടുഗെദർ ആണ്, ലൈക്ക് ഷോ ദ പീപ്പിൾ ദാറ്റ് വേ ടുഗെദർ. അവർ ടുഗെദർനെസ് ഷുഡ് ബി ദ വൺ ദാറ്റ് ദേ ലുക്ക് അപ്പ് ടു. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളാണെന്നുള്ള ന്യൂസുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആക്ടേഴ്സ് തമ്മിൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആക്ടർ ഡയറക്ടർ ആക്ടർ തമ്മിൽ ഇഷ്യൂസ്, ഒരുപാട് ന്യൂസ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിലുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് പോകുന്നത്. ഇവരെ തന്നെ ഇങ്ങനെ തമ്മിൽ തല്ലുക, അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇവരെ ഇങ്ങനെ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കേണ്ടത്. അത് വരാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ വെദർ ഇറ്റ്സ് വെൻ ഐ മെൻഷൻഡ് അമ്മ അസോസിയേഷൻ, ആ ഒരു ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് ഓരോ ആൾക്കും ടിൽ ദി എൻഡ് കൊടുക്കുക. അവർ ജെന്യുവൻ ആയിട്ട് നിന്ന് കൊടുക്കുക. അവിടെ ബിസിനസ് ഷുഡ് ബി സീറോ. റിയലിസ്റ്റിക് അല്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആണത്. ഐ ഓണസ്റ്റ്ലി ഫെൽ ലൈക്ക് എൻ്റെ ചേട്ടന് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടായിരുന്നു എന്ന്. എന്താ അത് ഒരു അനിയൻ പറയുന്നത് മാത്രമല്ല, സത്യം കണ്ട് എൻ്റെ ഒരു അളക്കലാണത്. ഹീ ഷുഡ് ഹവ് ഗോട്ട് മോർ സപ്പോർട്ട്. യു നോ ദി ഇഷ്യൂ.